السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ മൂന്നാമത്തെ സുദിനത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തറാവീഹ് അടക്കമുള്ള നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ അമാലുകൾ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് നോമ്പ് തുറപ്പിക്കൽ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഫത്തറ സായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖി റഖബതിഹി മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തു, ആരെങ്കിലും ഒരു വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ പാവം മുഴുവനും പൊറുക്കാൻ അത് കാരണമാണ്. മാത്രമല്ല അവന്റെ പിരടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും അത് ഹേതുവാണ്. ചുരുക്കത്തിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ മുഅ്മിനായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം അവർണ്ണനീയമാണ്. വളരെയേറെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയും, ജീവിതത്തിൽ നാം എല്ലാവരും മുസ്ലിമീങ്ങളാകുന്ന നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സഹജനങ്ങളെ, നമ്മുടെ അയൽവാസികളെ എന്ന് വേണ്ട എത്ര പാവപ്പെട്ടവരുണ്ടോ, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെയുണ്ടോ, അവർ അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളെ എല്ലാവരെയും നോമ്പ് തുറപ്പിക്കൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസവും ഒരു സമയവും ഒരു സന്ദർഭവുമാണിത്. വൈകുന്നേര സമയങ്ങളിൽ എത്രയോ ആളുകൾ ഉണ്ടാകും, ആര് നോമ്പ് തുറപ്പിക്കുമെന്ന് കരുതി ഏതെങ്കിലും ഭക്ഷണശാലകളുടെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന പട്ടിണി പാവങ്ങളുണ്ടാകും. അത്തരത്തിലുള്ള സഹോദരങ്ങളെ, അത്തരത്തിലുള്ളതാകുന്ന സഹോദരങ്ങളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നുവെന്ന് തന്നോടൊപ്പം ചേർത്തിരുത്തി ഒരുമിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നതാകുന്ന ഒരു രീതി നമുക്ക് ഏവർക്കും ഉണ്ടായിത്തീരണം. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറപ്പിക്കുക മാത്രമല്ല, ഈ റമദാൻ മാസത്തിലൂടെ ചെയ്തതാകുന്ന അമൽ, തന്റെ നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പുകയും അവർക്ക് വേണ്ടുന്നതാകുന്ന സാമ്പത്തിക ധനസഹായം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ദാനധർമ്മം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നത് പരിശുദ്ധമായ റമദാനിലായിരുന്നു എന്ന് കാണാം. കാന അജ്വദൻ നാസി ബി റമദാന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നവനായിരുന്നു. കരീഹിൽ മുർസലത്തി, അടിച്ചു വീശുന്ന കാറ്റ് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അടിച്ചു വീശുന്ന കാറ്റ് പോലെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകൻ ധർമ്മം ചെയ്തിരുന്നു റമദാനിൽ എന്ന് വ്യക്തമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു ശൈലിയും പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതാകുന്ന ഈ ഒരു പ്രവർത്തനവും, നോമ്പ് തുറപ്പിക്കുക മാത്രമല്ല, പട്ടിണി പാവങ്ങളാണ് എങ്കിൽ അവർക്കൊരു റമദാനിന്റെ ഒരു കിറ്റ് വിതരണം നടത്തുന്നതിലൂടെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് ഒരു 500 രൂപയുടെയോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കഴിയുന്ന നിലയ്ക്ക് നിന്റെ സാമ്പത്തിക സ്രോതസ് അനുസരിച്ചുകൊണ്ട് മാന്യമായ രീതിയിലുള്ളതാകുന്ന ഒരു കിറ്റ് വിതരണം നടത്തി അവരുടെ കണ്ണീരൊപ്പം നിനക്ക് കഴിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും എല്ലാ രീതിയിലുമുള്ളതാകുന്ന ഖബൂലിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.